വിഷ്ണു, നമ്മൾ പ്രതീക്ഷിച്ച പോലെ 2 മണിക്കൂറോ അതിനപ്പുറമോ ഒന്നും ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായില്ല. പക്ഷേ കാതലായ കാര്യങ്ങൾ കൃത്യമായി പ്രഖ്യാപിച്ച് ഒരു തുടർഭരണം വർഷങ്ങളായി തുടരുന്ന 3-ാം ഊഴവും മോദി ഭരിക്കുന്ന ഭാരതത്തിലെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി വളരുന്ന സാമ്പത്തിക അവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ കൃത്യമായ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ബജറ്റായിരുന്നില്ലേ ഇന്നത്തേത്? കൃഷ്ണരാജ്, തീർച്ചയായും ഭാരതത്തിന്റെ മുൻപോട്ടുള്ള യാത്ര എങ്ങനെയാകണം എന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടുള്ള അതിന്റെ കൃത്യമായ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലുള്ള ബഡ്ജറ്റ് അവതരണമാണ് ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തുനിന്ന് പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ളത്. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ആ 1.5 മണിക്കൂറിൽ ഉണ്ടായിട്ടുള്ളത് ഭാരതത്തിന്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ. നേരത്തെയെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2047 ഭാരതം വികസിത രാജ്യമാക്കുന്നതിനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊണ്ടാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും അതിനനുസൃതമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഓരോ മേഖല എടുത്ത് പരിശോധിക്കുമ്പോഴും ആ ഒരു മാറ്റവും ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ ശക്തിയും നമുക്ക് കാണാൻ സാധിക്കും. വനിതാ ശാക്തീകരണത്തിലാണെങ്കിലും വിദ്യാഭ്യാസം, ആരോഗ്യം, ചുരുക്കി പറഞ്ഞാൽ പരമ്പരാഗത സാംസ്കാരിക പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യ കൈപ്പിടിയിലൊടുക്കി ഭാരതത്തെ മുൻപോട്ട് നയിക്കുക എന്ന രീതിയിലാണ് ബജറ്റ് അവതരണം ഉണ്ടായത്. ഇപ്പോൾ നമ്മോടൊപ്പം രാജ്യസഭാ അംഗം സി സദാനന്ദൻ മാസ്റ്റർ ചേരുന്നുണ്ട്. മാഷ്, എങ്ങനെയാണ് 3-ാം മോദി സർക്കാരിൻ്റെ ഈ 3-ാമത്തെ ബജറ്റിനെ നോക്കിക്കാണുന്നത്? 3-ാം മോദി സർക്കാരിൻ്റെ 3-ാമത്തെ ബജറ്റ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ്. ഇതിപ്പോൾ നിർമ്മലാജി അവരുടെ 9-ാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണം എന്നതിന് പശ്ചാത്തലമായി പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തിനായി തുടങ്ങുന്ന ദിവസം ആരാധ്യായ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം, തുടർന്ന് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ, ഇന്നത്തെ ബജറ്റ്, ഇത് മൂന്നും ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഈ ബജറ്റിൻ്റെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. സമഗ്രമായ വികാസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ എന്നതിനപ്പുറത്ത് എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന, എല്ലാ വിഭാഗം ആളുകളെയും ഗുണഭോക്താക്കളാക്കാൻ കഴിയുന്ന ഒട്ടനേകം നിർദ്ദേശങ്ങളാണ് നിർമ്മലാജിയുടെ 9-ാമത്തെ ബജറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയാവുന്നത് ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി ശക്തി, ആ വിദ്യാർത്ഥി ശക്തിയുടെ പരിപോഷണം ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ആശ നൽകുന്ന പ്രഖ്യാപനമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അനേകം പദ്ധതികൾ പുതിയ ബജറ്റ് നിർദ്ദേശിക്കുന്നുണ്ട്. നാരീശക്തിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന ധനകാര്യമന്ത്രി നിർമ്മലാജി തന്നെ സ്വയം ഒരു നാരീശക്തിയുടെ പ്രതീകമാണ്. തീർച്ചയായിട്ടും അവരുടെ ബജറ്റിലും നാരീശക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ ഉദ്ധരിക്കാൻ കഴിയുന്ന അനേകം കാര്യ പദ്ധതികൾ നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നുണ്ട്. അവഗണിക്കപ്പെട്ട് കിടക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന സഹോദരങ്ങളെ ഉദ്ധരിക്കാൻ ആവശ്യമായ പദ്ധതികൾ ഓരോന്നോരോന്ന് എന്താണ് എന്ന് വിശദമായി ഈ സമയത്ത് നമ്മുടെ പറയുന്നില്ല. എങ്കിലും പൊതുവിൽ ഈ പറയുന്ന എല്ലാ തരത്തിലുമുള്ള അവശ്യ ജനവിഭാഗങ്ങൾക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യമേഖലയെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചതുപോലെ മരുന്നുകൾക്ക്, മാരക രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വില കാര്യമായി കുറയുന്ന ഒരു സാഹചര്യം വരാൻ പോവുകയാണ്. അതുപോലെ വിദേശകാര്യ സംബന്ധമായിട്ടുള്ള ഒരുപാട് നയങ്ങൾ, സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവേകാൻ കഴിയുന്ന നയങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാർഷിക മേഖലയെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. നമ്മുടെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന സുപ്രധാനമായ 3 മേഖലകൾ: കാർഷിക മേഖല, സേവന മേഖല, വ്യാവസായിക മേഖല. വ്യാവസായിക മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒട്ടനേകം കാര്യങ്ങൾ ബജറ്റിൽ നിർദ്ദേശിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, വ്യാവസായിക മേഖല, ഈ പറയുന്ന 3 മേഖലകളുടെയും വികസനത്തിന് അനിവാര്യമാണ് അടിസ്ഥാന സൗകര്യ വികസനം. അടിസ്ഥാന സൗകര്യ വികസനത്തെ ഏറ്റവും മികച്ച രീതിയിൽ വാർത്തെടുക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ ആകെ കൂടി നോക്കിയാൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന 2047 ആകുമ്പോഴേക്കും ഭാരതം ലോകത്ത് 1-ാം സ്ഥാനത്തെത്തും എന്നുള്ള നമ്മുടെ ആഗ്രഹം, അത് കേവലം ഒരു സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന വസ്തുനിഷ്ഠമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ സ്വപ്നമാണ് എന്ന് തന്നെ ഈ അവസരത്തിൽ ഈ ബജറ്റിനെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും.
ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും രാഷ്ട്രീയപരമായി ബജറ്റ് അവസാനിച്ച ഉടനെ തന്നെയും ഇടതു നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കണ്ണിൽ പൊടിയിടാനെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്നാണ് ബ്രിട്ടാസിന്റെ പ്രതികരണം. അത്തരത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള പ്രഖ്യാപനങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാമോ? ജോൺ ബ്രിട്ടാസ് എൻ്റെ ബഹുമാന്യ സുഹൃത്താണ്. അദ്ദേഹം ആ നിലയ്ക്ക് പറഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം. കാരണം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കേണ്ടത് എന്ന് 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. കേരളത്തിൽ ഒരിക്കലും നമുക്ക് നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത 2 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ മുഴുവൻ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള കണ്ണിൽ പൊടിയിടൽ നടത്തി ശീലിച്ച ആളുകളാണ് ഈ ഇടത് പക്ഷക്കാരൊക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം. പക്ഷേ എന്താണ് വാസ്തവം എന്ന് നമ്മൾ നോക്കൂ. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട 4-5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ ജോൺ ബ്രിട്ടാസ് വ്യാഖ്യാനിക്കുന്നത് പോലെ കണ്ണിൽ പൊടിയിടാവുന്ന എന്തെങ്കിലും അവരൊക്കെ ചെയ്യുന്നത് പോലെ കേരളത്തിൽ ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ അങ്ങനെയല്ല. കേന്ദ്ര ബജറ്റ്, ദേശീയ ബജറ്റ് എന്ന് പറയുമ്പോൾ മുഴുവൻ ദേശത്തെയും സമഗ്രമായി വിലയിരുത്തുകയും മുഴുവൻ ദേശത്തിൻ്റെയും സമഗ്ര വികാസത്തിന് ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കേരളം ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നു എന്നുള്ളത് കാർഷിക മേഖലയെക്കുറിച്ചാലും വ്യാവസായിക മേഖലയെക്കുറിച്ചാലും സേവന മേഖലയെക്കുറിച്ചാലും ചിന്തിക്കുമ്പോൾ കേരളത്തിന് ഉയരാനും പടരാനും ആവശ്യമായ ഒട്ടനേകം പദ്ധതികളുണ്ട്. കണ്ണിൽ പൊടിയിടുകയല്ല ഒരു ബജറ്റിലൂടെ വേണ്ടത്, മറിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ സാമ്പത്തിക രംഗത്തിന് ഉണർവേകാൻ കഴിയുന്ന ഏറ്റവും പ്രായോഗികമായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാൻ കുറച്ചുകൂടി അവരൊന്ന് ഉയരേണ്ടതുണ്ട് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. താങ്ക് യു. സദാനന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയതുപോലെ വിവിധ സംസ്ഥാനങ്ങൾ തിരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് ഈ ബജറ്റിൽ നോക്കിക്കാണാൻ സാധിക്കില്ല. പകരം വിവിധ തലങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ, അത് അടിസ്ഥാന സൗകര്യ വികസനത്തിലും റോഡ് ഉൾപ്പെടെയുള്ള കണക്ടിവിറ്റി, അത്തരത്തിൽ എല്ലാ പദ്ധതികളും കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രയോജനകരമാകുന്ന രീതിയിലാണ് ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. 3ാം മോദി സർക്കാരിൻ്റെ ബജറ്റിൻ്റെ വിശദമായിട്ടുള്ള വിശകലനങ്ങൾ നടക്കുമ്പോൾ ഒന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, വമ്പൻ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് നടപ്പാക്കാൻ സാധിക്കുമെന്ന വലിയ കാടടച്ചുള്ള പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും രാജ്യത്തിന്റെ പുരോഗതിക്കും ഉതകുന്ന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് നടത്തിയത്. കൃഷ്ണരാജ്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് ഒപ്പം ചേർന്നത്. സദാനന്ദൻ മാസ്റ്റർ MP കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു, എന്തുകൊണ്ട് ഈ ബജറ്റ് പ്രാധാന്യം അർഹിക്കുന്നു എന്നത്.